ഗസൽ സംഗീത ലോകത്തെ അനശ്വര പ്രതിഭ ഉസ്താദ് മെഹദി ഹസന്റെ ഓർമ്മ പുതുക്കി കൊച്ചിൻ മ്യൂസിക് സോൺ. അദ്ദേഹത്തിന്റെ 13ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് റൂഹ് ഇ ഗസൽ എന്ന പേരിൽ കൊച്ചിയിൽ സ്മരണാഞ്ജലി ഒരുക്കി. പ്രശസ്ത ഗായകൻ റഫീഖ് യൂസഫ്, യുവഗായിക ആലിയ റിയാസ് എന്നിവർ ചേർന്നൊരുക്കിയ ഗസൽ സന്ധ്യ സംഗീതാസ്വാദകർക്ക് വേറിട്ടൊരു അനുഭവമായി. ഗസൽ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ റൂഹെ ആവാസ് അഥവാ ആത്മാവിന്റെ ശബ്ദമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉസ്താദ് മെഹദി ഹസന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച കൊച്ചിൻ മ്യൂസിക് സോൺ അദ്ദേഹത്തിന്റെ 13ാമത് ചരമവാർഷിക ദിനത്തിൽ റൂഹ് ഇ ഗസൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സ്മരണാഞ്ജലി കൊച്ചിയിലെ സംഗീത പ്രേമികൾക്ക് നൊമ്പരമുണർത്തുന്ന ഒരു ഗസൽ സന്ധ്യയായി മാറി. കൊച്ചി കൊച്ചങ്ങാടി ക്രോസ് റോഡിലെ MJ സക്കറിയ സെറ്റ് ഹാളിലായിരുന്നു ചടങ്ങ്. പ്രശസ്ത ഭിഷുകാരനും മെഹദി ഹസൻ ഗാനാസ്വാദകനുമായ ഡോക്ടർ ഹരികുമാർ സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇന്ത്യക്കാരനായിരുന്നു, അദ്ദേഹം പാകിസ്ഥാനിയായി. പെഷവാർ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. പഠിക്കാനായിട്ട് മാത്രം ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു സാമ്യം ഉണ്ടായിരുന്നു, ഒരൊറ്റ സാമ്യം. ഞങ്ങൾ രണ്ടുപേരും മെഹദി ഹസൻ സാറിൻ്റെ ഹാർഡ് കോർ ഫാൻസായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ടാൽ മണിക്കൂറുകളോളം സംസാരിക്കും. തന്റെ വൈദ്യപഠന കാലത്തെ വിദേശ സഹപാഠിയുമായുള്ള സൗഹൃദം പങ്കുവച്ച അദ്ദേഹം ലോകത്തെവിടെയുള്ള മനുഷ്യർക്കും സംഗീതത്തിന്റെ കാര്യത്തിൽ ഒറ്റ ഭാഷയേയുള്ളൂവെന്ന ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. ഗസൽ ആലാപനത്തിൽ തനതായ ശൈലി സൃഷ്ടിച്ച പ്രശസ്ത ഗായകൻ റഫീഖ് യൂസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സംഗീത സന്ധ്യ. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഉറുദു ഗസൽ ആലാപനത്തിൽ തുടർച്ചയായി 3 തവണ 1ാം സ്ഥാനം നേടിയ ആലിയ റിയാസും അദ്ദേഹത്തോടൊപ്പം വേദിയിൽ അണിനിരന്നു. CMZ സെക്രട്ടറി PM വിറാജ്, മുൻ നഗരസഭ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ്, KA ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഗസൽ ആലാപനത്തിന് വളരെ മനോഹരമായി ആ ക്ലാസിക്കൽ ജ്ഞാനം ഇഴുകിച്ചേർക്കാൻ സമന്വയിപ്പിക്കാൻ വളരെ ശ്രമകരമായ ദൗത്യം നിർവഹിക്കുകയും അത് ലോകമെമ്പാടും വിളംബരം ചെയ്യുകയും ലോകമെമ്പാടുള്ള ഗസൽ ഗായകന്മാർക്ക് അത് അതിമനോഹരമായി ആലപിക്കാനും ഒരു പക്ഷേ അല്പം ടഫായിട്ട് തന്നെ ആ മേഖല കടന്നു പോകേണ്ട അവസ്ഥകളിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ആ മഹാനായ കലാകാരനെ നമ്മൾ അനുസ്മരിക്കുന്നതോടൊപ്പം ജോസഫ് സജീവ്, അർജുൻ അശോകൻ എന്നിവർ ചേർന്ന് വേദിയിലെത്തിയ കലാകാരന്മാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.